നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നൊരു തെറ്റായ ധാരണ ഇപ്പോഴും ചിലരിൽ നിലനിൽക്കുന്നുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കാം. പണ്ടൊക്കെ 80-90 വയസ്സൊക്കെ കഴിഞ്ഞാലാണ് മറവി രോഗം കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്നാണെങ്കിൽ 30 വയസ്സിന് ശേഷമുള്ള പേഷ്യൻസ് പോലും നമ്മളോട് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ മറവി രോഗമുണ്ട്, ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒട്ടുമിക്ക പേഷ്യൻസ് ആണെങ്കിലും ഒട്ടനവധി മരുന്നുകൾ കഴിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ തന്നെ ബോർഡർ ലൈൻ ടച്ച് ചെയ്തു എന്ന് കണ്ടാൽ തന്നെ ഒത്തിരി മരുന്ന് അതിന് കഴിക്കുന്നു. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ നമുക്ക് ഡയറ്റ് കൊണ്ട് റെഡിയാക്കാവുന്നതാണ്. എത്ര കൂടിയിട്ടുള്ള കൊളസ്ട്രോൾ ആയാലും ട്രൈഗ്ലിസറൈഡ് ആയാലും നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് നല്ലൊരു എക്സസൈസും യോഗയും പ്ലാൻ ചെയ്തിട്ട് നല്ലൊരു ചിട്ടയായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നല്ല കൊളസ്ട്രോളിനെയാണ് ഇതൊക്കെ കുറയ്ക്കുന്നത്. സോ ഇപ്പോൾ എത്ര പേരാണ് തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുത്ത് അതൊരുക്കി നെയ്യ് ഉണ്ടാക്കുന്നത്? വളരെ കുറവായിരിക്കും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മമാർ ചിലപ്പോൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും. എന്നാൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ കടയിലെ നെയ്യ് ബോട്ടിലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന നെയ്യ് ശുദ്ധമായിട്ടുള്ള നെയ്യാണോ, അഡിറ്റീവ്സും പ്രിസർവേറ്റീവ്സും അടങ്ങിയതാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടോ? ചെറിയൊരു റേറ്റിൽ കിട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളത് വാങ്ങിക്കും. പക്ഷേ അങ്ങനെയുള്ള അഡിറ്റീവ്സും പ്രിസർവേറ്റീവ്സും അടങ്ങിയിട്ടുള്ള നെയ്യ് കഴിച്ചാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മോശമെന്ന് എല്ലാവരും മനസ്സിലാക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയതുകൊണ്ട് തന്നെ അമിതമായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്ര തന്നെ നല്ലതല്ല. കാരണം പൊണ്ണത്തടിയിലേക്കും ചീത്ത കൊളസ്ട്രോൾ കൂടാനൊക്കെ അതൊരു മാർഗമാവുമെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോളും. ഒരു ടേബിൾ സ്പൂൺ നെയ്ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 110 to 120 കാലറി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1 to 2 ടീസ്പൂൺ ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിച്ചോളൂ. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ രാവിലെ പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെയോ നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ 1-2 ടീസ്പൂണ് ചെറിയ ഒരു എമൗണ്ട് ഗീ കഴിച്ചാൽ ഉടനെ നിങ്ങൾക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടി സിപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ശുദ്ധമായിട്ടുള്ള ക്ലിയർ ബെൽച്ചിങ് അല്ലെങ്കിൽ ഒരു നല്ലൊരു എമ്പക്കം വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങളുടെ ഫുഡ് കഴിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ പ്രോട്ടീൻ ഇല്ല, ഫൈബർ ഇല്ല, ഷുഗർ ഇല്ല, കാർബ് ഇല്ല. ഏറ്റവും കൂടുതൽ ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റും ഈ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത് വളരെ നല്ലതാണ്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെയും നമ്മുടെ ടിഷ്യൂ ലെവലിനെയും കോശങ്ങൾക്കും ഒക്കെ വളരെയധികം എഫക്റ്റീവാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ലുബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മുടെ ശോധന കറക്റ്റ് ചെയ്യുന്നു, ഓവറോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, ബ്ലോക്കുകളും കാര്യങ്ങളും ഇല്ലാതെ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ബെനിഫിറ്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാർഡിയോവാസ്കുലർ കണ്ടീഷൻസോ ഹൃദയത്തിൽ ബ്ലോക്കുള്ള ആൾക്കാർക്കോ അങ്ങനെയുള്ള കേസസ് ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ റെഗുലർലി നിങ്ങളുടെ ഡയറ്റിൽ ഗീ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അമിതമായിട്ട് എന്താ പറയുക ഇതുപോലുള്ള ജങ്ക് ഐറ്റംസും ഫാസ്റ്റ് ഫുഡും കഴിക്കുക, എക്സസൈസ് ഇല്ല, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വെറുതെ ഇങ്ങ് ഫോളോ ചെയ്യുക, എന്നിട്ട് നീ കഴിക്കണം എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യം എപ്പോഴും ദഹിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഒരിക്കലും അടുത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. പ്രോപ്പറായിട്ട് വ്യായാമം ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും റെഗുലറായിട്ടൊന്ന് ചെയ്യാൻ നോക്കൂ. നല്ല കൊളസ്ട്രോൾ കൂട്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ഔഷധങ്ങളും എല്ലാ ന്യൂട്രീറ്റീവ് ഫാക്ടേഴ്സും നമ്മുടെ നെയ്യ് നമുക്ക് നൽകുന്നുണ്ട്. ഇനിയും ഈ നെയ്യെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.